ഇപ്രാവശ്യത്തെ പെരുന്നാളിന് നമുക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളുടെ ഒരു കസിൻ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടിയും പെരുന്നാളിൻ്റെ തലേദിവസം ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങി. നമ്മൾ ഇറങ്ങിയ നേരത്താണെങ്കിൽ നല്ല മഴയും കാറ്റും ട്രാഫിക്കും എല്ലാം കൂടി നമ്മുടെ പ്ലാൻസ് മുഴുവൻ കൊളായി. നമ്മൾ സെയിനിൽ കൂടെ ഒരു ബോട്ട് റൈഡിനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വെതർ മോശമായതുകൊണ്ട് നമ്മളുടെ ആ പ്ലാൻ നമ്മൾ നെക്സ്റ്റ് ഡേയിലേക്ക് പോസ്റ്റ്പോൺ ചെയ്തു. നെക്സ്റ്റ് ഡേ പെരുന്നാളിൻ്റെ അന്ന് ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ നല്ല ടയേർഡായിരുന്നു. അതുകൊണ്ട് തന്നെ മിൻഹാജും കസിനുമാണ് കറങ്ങാൻ പോയത്. അവരന്ന് ലൂറു മ്യൂസിയം വിസിറ്റ് ചെയ്തു. അതുപോലെ തന്നെ ബോട്ട് റൈഡിനും പോയി. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസം ഞാനും മിൻഹാജും കൂടിയും ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ഒരുമിച്ച് ബോട്ട് റൈഡിന് പോകാമെന്നൊക്കെ പറഞ്ഞ് പാരീസിൽ പോയി. അന്നൊരു സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബോട്ടിൽ കയറാൻ നിൽക്കുന്നവരുടെ ക്യൂ കണ്ടിട്ട് നമുക്കതൊരു വേറെ ദിവസം ആക്കാമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തു. ഈ ഒരു സൺഡേയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ പാരീസിലെ ലൈവ്ലിയും ഹാപ്പനിങ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് സ്ട്രീറ്റ് ആർട്ടിസ്റ്റുകൾ ലൈവായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. സമ്മറായി കഴിഞ്ഞാൽ നമുക്ക് പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള പെർഫോമൻസുകളൊക്കെ കാണാം. പക്ഷേ ഇന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ലൈവായിട്ടുള്ള പെർഫോമൻസുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇഫിൽ ടവറിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് വ്യൂ കിട്ടുന്ന ട്രക്കാഡിയോയിലിരുന്ന് 12 മണിയുടെ സ്പാർക്ലിംഗ് ലൈറ്റ്സും കണ്ടിട്ടാണ് നമ്മൾ രാത്രി വീട്ടിലേക്ക് പോകുന്നത്.